അറബിക്കടലിൽ കൊച്ചി തീരത്തിനടുത്ത് അപകടത്തിൽപ്പെട്ട കപ്പലുമായി ബന്ധപ്പെട്ടാണ് ഈ MSC എലിസ 3 കപ്പൽ മുങ്ങുന്നു എന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച്. തുടർന്നിരുന്ന 3 ക്രൂ അംഗങ്ങളെയും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ വീണതായി ഇന്ത്യൻ നേവി അറിയിച്ചു. INS സുജാത കപ്പലിന് സമീപം നിലയുറപ്പിച്ച് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്. തീരത്ത് കനത്ത ജാഗ്രത തുടരുന്നു. സഹിൻ ആന്റണിയുടെ വിവരങ്ങളുമായി. സഹിൻ, കുറച്ചുകൂടി ജാഗ്രതയിലേക്ക് പോകേണ്ട സമയമാണ്. കാരണം 5 കണ്ടെയ്നറുകൾ എന്നായിരുന്നുവെങ്കിൽ ഇപ്പോൾ കൂടുതൽ കണ്ടെയ്നറുകൾ വീണിരിക്കാം. ഒപ്പം കപ്പൽ മുങ്ങുന്നു എന്ന പുതിയ അപ്ഡേറ്റുകൾ കൂടി വരുമ്പോൾ എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? തീർച്ചയായിട്ടും സേതു, കപ്പലിന്റെ അവസ്ഥ ഇപ്പോൾ സുരക്ഷിതമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യൻ നാവികസേന അറിയിക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കപ്പലിലുണ്ടായിരുന്ന 3 പേരെ, ക്യാപ്റ്റൻ അടക്കമുള്ള 3 പേരെ കപ്പലിൽ നിന്നും മാറ്റിയിരിക്കുന്നു. അതായത് കപ്പൽ കൃത്യമായ ലക്ഷണം കാണിച്ചിരിക്കുന്നു, കപ്പൽ മുങ്ങുന്നതിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. കൂടുതൽ കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്നും കടലിലേക്ക് വീണിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ആ 3 ക്യാപ്റ്റൻ അടക്കമുള്ള 3 പേരെയും ഇനി ആ കപ്പലിൽ തുടരാൻ അനുവദിക്കുന്നത് സുരക്ഷിതമല്ല എന്ന് ഇന്ത്യൻ നാവികസേനയ്ക്ക് മനസ്സിലായി. ഇതോടുകൂടി INS സുജാത എന്ന് പറയുന്ന ഇന്ത്യൻ നാവികസേനയുടെ കപ്പലിലേക്ക് ഈ 3 പേരെയും മാറ്റിയിരിക്കുകയാണ്. ഈ 3 പേരെയും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല INS സുജാത ഇപ്പോൾ ആ വെസലിന് തൊട്ടടുത്തുണ്ട്, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കപ്പൽ ഏതാനും അതായത് കപ്പലിലേക്ക് കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കപ്പൽ മുങ്ങാനുള്ള സാധ്യത ഇന്ത്യൻ നാവികസേന തള്ളി പറയുന്നില്ല, അല്ലെങ്കിൽ തള്ളിക്കളയുന്നില്ല. ഈ ഘട്ടം വരെ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, കപ്പൽ തിരികെ കൊണ്ടുവരാൻ കഴിയും, പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പ്രതീക്ഷ കൂടി നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എങ്കിലും അവസാന ഘട്ടത്തിലും പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ നാവികസേനയും തീരസംരക്ഷണ സേനയും ഈ കപ്പൽ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള പരിശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ കണ്ടെയ്നറുകൾ ഈ കടലിലേക്ക് വീണിട്ടുണ്ട്, കപ്പൽ കൂടുതൽ ചരിഞ്ഞിട്ടുണ്ട്. അതായത് ഏത് സമയത്ത് വേണമെങ്കിലും കപ്പൽ മുങ്ങാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണതുകൊണ്ട് തന്നെ തീരത്ത് ജാഗ്രത കൂടുതൽ പാലിക്കണമെന്നുള്ള ഒരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി കണ്ടെയ്നറുകൾ കൊച്ചിയുടെയോ ആലപ്പുഴയുടെയോ തീരങ്ങളിലേക്ക് എത്തും. അതല്ലെങ്കിൽ കൊല്ലത്തോ തിരുവനന്തപുരത്തോ ആയതുകൊണ്ട് തന്നെ അടിത്തട്ടിൽ കപ്പൽ മുട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ചരിവ് നോക്കാൻ സാധിക്കും. ഈ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കപ്പലിനെ പെട്ടെന്ന് സ്റ്റേബിൾ ആക്കാൻ കഴിയുമെന്നൊക്കെയായിരുന്നു തുടക്കത്തിൽ എന്ന് വെച്ചാൽ കുറച്ച് മുൻപ് പോലും കോസ്റ്റ് ഗാർഡും നേവിയും ഒക്കെ അറിയിച്ച അപ്ഡേറ്റുകൾ അനുസരിച്ച്. പക്ഷേ പെട്ടെന്ന് ഇപ്പോൾ ഒരു പുതിയ റിപ്പോർട്ട് വരുമ്പോൾ അത് എന്താണ് അതിന് കാരണം? കാലാവസ്ഥ കൂടുതൽ കലുഷമായതാണോ? എന്താണ് ഇപ്പോൾ പറയുന്നത്? സേതു, അതായത് കള്ളക്കടൽ പ്രതിഭാസമൊക്കെ ഇന്നലെ തന്നെ കാലാവസ്ഥാ പ്രവചകർ നിരീക്ഷിച്ചിരുന്നതാണ്. ഒപ്പം തന്നെ കടൽ കൂടുതൽ കലുഷിതമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ കപ്പൽ മുങ്ങിയാലും ഒരു പ്രതീക്ഷ ഇപ്പോഴുള്ളത് ഈ കണ്ടെയ്നറുകൾ അടിഞ്ഞാൽ അത് സുരക്ഷിതമായി അവിടെ നിന്ന് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വിദഗ്ധർ അടക്കമുള്ള ആളുകൾ പറയുന്നത് ഈ കണ്ടെയ്നറിനകത്ത് ഒരുപക്ഷെ ജാറുകളായിരിക്കാം, അല്ലെങ്കിൽ വലിയ ജാറുകളായിരിക്കാം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ജാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ പാട്ടകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകില്ല എന്നൊരു പ്രതീക്ഷയാണ് ഇവർ വെച്ചു പുലർത്തുന്നത്. അത് മരത്തിൻ്റെയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെയോ ജാറുകളായിരിക്കാം. അതുകൊണ്ട് തന്നെ ബാരലായതുകൊണ്ട് തന്നെ ഇതിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഈ കണ്ടെയ്നർ സുരക്ഷിതമായി തന്നെ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ജനങ്ങളോട് ആ പരിസരത്തേക്ക് പോകരുത്, ഇത് കാണുകയാണെങ്കിൽ 112ലേക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ സഹിൻ പറയുന്ന അനുസരിച്ച് ഇപ്പൊ നിലവിൽ സ്ഥിരതയുള്ള ഒരു കാലാവസ്ഥയിലേക്കല്ല എങ്കിൽ കപ്പൽ ഇനി കൂടുതൽ ചരിയാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ കണ്ടെയ്നറുകൾ കൂടുതൽ മാറ്റാനുള്ള നടപടികളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റ് കൂടി ലഭിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? തീർച്ചയായിട്ടും അതായത് ഈ പറയുന്ന MSC എൽസ എന്ന് പറയുന്ന കമ്പനിയുടെ മദർ കമ്പനി, ആ കമ്പനിയുടെ തന്നെ മറ്റൊരു വെസൽ അവിടെ എത്തിയിട്ടുണ്ട്. അവരിത് ഈ തീരത്ത് തന്നെ, അതായത് ഈ കപ്പലിനോട് ചേർന്ന് തന്നെ അവരുടെ വെസൽ കൂടിയുണ്ട്. അതിലേക്ക് ഈ കണ്ടെയ്നറുകൾ മാറ്റുന്നതിന് വേണ്ട നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ നാവികസേനയും തീരസംരക്ഷണ സേനയും അതിനുവേണ്ട നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായി ഈ കണ്ടെയ്നറുകൾ മാറ്റാൻ കഴിയും. കണ്ടെയ്നറുകൾക്ക് ഇപ്പോഴും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നൊരു പ്രതീക്ഷ ഈ
സുരക്ഷിതമായി ഇതെല്ലാം അവിടെ നിന്ന് നീക്കം ചെയ്യാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ കപ്പൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നറുകൾ തീരത്തെത്തിയാലും അപകടമൊന്നുമില്ലാതെ ആ കണ്ടെയ്നർ അവിടെ നിന്ന് സുരക്ഷിതമായി മാറ്റണമെങ്കിൽ ജനങ്ങൾ കൂടി സഹകരിക്കേണ്ടിയിരിക്കുന്നു. ഉച്ചയോടുകൂടി ഈ കണ്ടെയ്നറുകൾ കൊച്ചിയുടെയോ ആലപ്പുഴയുടെയോ തീരങ്ങളിലേക്ക് എത്തും. സ്വാഭാവികമായും ആളുകളത് നിരീക്ഷിക്കേണ്ടതാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ എണ്ണപ്പാട അവിടെ കാണാനുള്ള സാധ്യതയുണ്ട്. ഇതിലേക്ക് കൗതുകം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജിജ്ഞാസ കൊണ്ടോ ആളുകൾ അങ്ങോട്ടേക്ക് ചെല്ലരുത്. പകരം 112ലേക്ക് വിളിച്ചറിയിക്കണം എന്നുള്ളത് തന്നെയാണ് നാവികസേന ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശരി ശരി സഹിൻ, വ്യക്തമാണ്. സഹിനിലേക്ക് വീണ്ടും മടങ്ങിയെത്താം. ഈ കപ്പൽ കൂടുതൽ മുങ്ങുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അങ്ങനെയെങ്കിൽ കണ്ടെയ്നറുകളൊക്കെ കരയ്ക്കടിയാനുള്ള സാധ്യതയുണ്ട്, എണ്ണ പാടകൾ വരാനുള്ള ദൃശ്യമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും പൊതുജനങ്ങൾ എത്തരുത് എന്ന നിലവിൽ ഇപ്പോൾ കടലൊക്കെ പ്രക്ഷുബ്ധമായ സ്ഥിതിക്ക് അവിടെ ജാഗ്രതാ മുന്നറിയിപ്പൊക്കെ ഉണ്ട് ആളുകൾക്ക് എത്തുന്നതിനും പ്രവേശിക്കുന്നതിനും ഒക്കെ. പക്ഷേ തീരദേശവാസികൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരം കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അതിൽ സ്പർശിക്കാനോ തൊടാനോ ഒന്നും നിൽക്കരുത് എന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റും കോസ്റ്റ് ഗാർഡും നേവിയും ഒക്കെ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. എന്തെങ്കിലും കാണുകയാണെങ്കിൽ 112 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന്.